ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ബലിപെരുന്നാൾ ജൂൺ 16-ന്. മാസപ്പിറവി കാണാത്തതിനാൽ ഒമാനിൽ ജൂൺ 17 തിങ്കളാഴ്ചയാകും ബലിപെരുന്നാൾ. അറഫ സംഗമം ജൂൺ 15-ന് നടക്കുമെന്ന് സൗദി അറേബ്യ വ്യക്തമാക്കി. വിവരങ്ങളുമായി ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റത്തിന്റെ റിപ്പോർട്ട്. ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യമായിട്ടുള്ള രണ്ടാമത്തെ മാസമാണ് ദുൽഹജ്ജ്. റമദാൻ കഴിഞ്ഞാൽ പിന്നീട് വിശ്വാസികൾക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള മാസമാണ്, അല്ലെങ്കിൽ മഹാത്യാഗത്തിന്റെ മാസമാണ് ദുൽഹജ്ജ്. ഇന്ന് മാസപ്പിറവി സൗദി അറേബ്യയിൽ കണ്ടതായി വൈകുന്നേരത്തോടുകൂടിയാണ് അറിയിപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ നാളെ വെള്ളിയാഴ്ചയാണ് ദുൽഹജ്ജ് 1 സൗദി അറേബ്യയിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും, അതായത് ഒമാൻ ഒഴികെയുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും നാളെ ദുൽഹജ്ജ് 1 ആയിരിക്കും. ദുൽഹജ്ജ് 10 വരുന്നത് അതുകൊണ്ട് തന്നെ ജൂൺ 16-നായിരിക്കും. അന്നാണ് ബലിപെരുന്നാൾ. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ജൂൺ 16 ഞായറാഴ്ചയായിരിക്കും ബലിപെരുന്നാൾ. തൊട്ട് തലേ ദിവസം ജൂൺ 15-നാണ് മഹാസംഗമം നടക്കുന്നത്, അറഫ സംഗമം നടക്കുന്നത്. അന്ന് തന്നെയാണ് അറഫ വ്രതാനുഷ്ഠാനവും ജൂൺ 15-ന് നടക്കും. അതേസമയം ഒമാനിൽ ഇന്ന് മാസപ്പിറവി ദൃശ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് ഒമാനിൽ ദുൽഹജ്ജ് 1 ആരംഭിക്കുക. അതുകൊണ്ട് തന്നെ ഒമാനിൽ ഇത്തവണ ബലിപെരുന്നാൾ വരുന്നത് ജൂൺ 17-നായിരിക്കും. അറഫ നോമ്പ് വ്രതാനുഷ്ഠാനം നടക്കുന്നത് ജൂൺ 16-നുമായിരിക്കും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യത്തെ 10 ദിവസങ്ങൾ, ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. റമദാനിൽ അവസാന 10 ഏറ്റവും പ്രധാനമെങ്കിൽ ദുൽഹജ്ജിൽ ആദ്യ 10 ദിവസങ്ങളാണ് വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനം. ഏതായാലും മഹാത്യാഗത്തിന്റെ പുണ്യമാസത്തിലേക്ക് ഒമാൻ ഒഴികെയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലെയും വിശ്വാസികൾ പ്രവേശിക്കുകയാണ്. ദുബായിൽ നിന്നും മുഷീർ കൊടിയിലിനൊപ്പം സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി.